വളരെ എളുപ്പത്തിൽ നമുക്ക് പീനട്ട് ബട്ടർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ. അത് നമുക്ക് വെറും 2 ഇൻഗ്രീഡിയൻസ് മതി, ഉപ്പും ഈ പീനട്ടും മാത്രം മതി. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് പീനട്ട്സ് എടുത്തിട്ട് ചട്ടിയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ 1/2 കിലോ പീനട്ട് എടുത്തിട്ട് അതിൻ്റെ പകുതി പോർഷനേ എടുത്തിട്ടുള്ളൂ. എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്കറിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അത് നന്നായിട്ട് തന്നെ വന്നായിരുന്നു. അപ്പോൾ ഒരു 1/4 കിലോ എന്ന് വേണമെങ്കിൽ പറയാം. അതൊന്ന് എടുത്ത് ചട്ടിയിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. പച്ചപ്പൊക്കെ പോയി നമുക്ക് മിക്സിയിൽ അടിക്കാനുള്ളതാണ്, അപ്പോൾ അതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊലി കളയണം. അപ്പോൾ തൊലി കളയാൻ വേണ്ടി മുറത്തിലിട്ടിട്ടാണ് നമ്മൾ തൊലി കളയുന്നത്. അമ്മയാട്ടോ എനിക്ക് ഹെൽപ്പ് ചെയ്തായിരുന്നത്, കാരണം എനിക്ക് വീഡിയോ എടുക്കലും ഇത് ചെയ്യലും കൂടി ഒരുമിച്ച് നടക്കുന്നില്ല. അപ്പോൾ അമ്മയാണ് ചെയ്ത് തരുന്നത്, എനിക്കല്ല. തൊലി നമ്മൾ ഫുള്ളായിട്ട് കളഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയാവും. പിന്നെ കുറച്ച് ഉപ്പും കൂടി കൂട്ടിയിട്ട് പൊടിച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മളിവിടെ എല്ലാ കപ്പലണ്ടിയുടെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റുക. എന്നിട്ട് കുറച്ച് ഉപ്പിടുക. പിന്നെ നിങ്ങൾക്ക് ക്രഞ്ചിനെസ് ഇഷ്ടമാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് പീനട്ട് ബാക്കി വെച്ചിട്ട് ലാസ്റ്റ് അത് മാത്രം ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ മതി. അപ്പം നല്ല ക്രഞ്ചി പീനട്ട് കിട്ടും. സ്മൂത്തായിരിക്കില്ല, ക്രഞ്ചി ആയിരിക്കും. അല്ലെങ്കിൽ എല്ലാം കൂടി എടുത്തിട്ട് സ്മൂത്തായിട്ട് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഓരോ തവണയും അടിക്കുമ്പോൾ ഇങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ഇതിൽ നിന്ന് തന്നെ പീനട്ട് ബട്ടറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ പിന്നെ വേറെ ഹണിയോ ഓയിലോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഹണി ഒരു നാച്ചുറൽ സ്വീറ്റ്നറാണ്, എന്നാലും അതിൽ ഷുഗറിൻ്റെ അത്രയൊക്കെ തന്നെ കാലറീസ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്തിട്ടില്ല. പ്യുവർ ഫോം ഓഫ് ഹെൽത്തി ഫാറ്റ് എന്നുള്ള ഉദ്ദേശത്തിലാണ്. പിന്നെ ലാസ്റ്റ് ക്രഞ്ചിനെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് ക്രഷ് ചെയ്തിട്ട് ആ പീനട്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ആ 1/4 കിലോ പീനട്ടിൽ നിന്ന് ഇത്രയുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. ബൈ.